വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ ചിരിമണി കിന്നാരത്തിന്റെ കുറുമ്പ് കൂട്ടിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. കുഞ്ഞു കുറുമ്പിന്റെ കുസൃതിക്കൂട്ടിൽ നിന്നും വരുന്നു അമൃതക്കുട്ടി. വെൽക്കം അമൃതവർഷിണി. അയ്യോ അയ്യോ ഇത് സ്പ്രിംഗ് സ്പ്രിഞ്ചി സ്പ്രിഞ്ചി അമറൂട്ട്സ് എന്താ സാർ? എന്തൊക്കെയുണ്ട്? സുഖം സാർ. അല്ല എന്താ ഇങ്ങനെ ചാടി ചാടി വന്നേ? എന്നാലും ഞാൻ പറഞ്ഞ കേൾക്കില്ലല്ലേ? അയ്യോ അത് എന്താ അത് കുങ്ഫുവോ? ആ അവള് വലിയ കറാട്ടയൊക്കെയാണ്. ആണോ? ഗുരു പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ അറിയില്ല എന്നൊക്കെ പറയണമെന്ന്. അയ്യോ അല്ല അല്ല പാട്ട് കൊണ്ട് ഇടിക്കാ. ഇപ്പോ ഏത് പാട്ടാ? കണ്ണനെന്ന് പേര് രേവതി നാള്. കണ്ണൻ എന്ന് പേര് രേവതി നാള്. ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. പക്ഷെ MG ശ്രീകുമാർ എന്നാണ് പേര് രേവതി നക്ഷത്രക്കാരന്റെ. അതെ. ഇതെന്താ ഈ പ്രാവശ്യം എല്ലാരും മൈലാഞ്ചി ഒക്കെ ഇട്ട് വരുന്നത്? കാണിച്ചേ, കൊള്ളാം. മോളെ ഈ പാട്ട് ജോൺസേട്ടനല്ലേ? ജോൺസേട്ടൻ പിന്നെ കൈതപ്രം. ഇത് റെക്കോർഡ് ചെയ്ത് AVMC തിയേറ്റർ എന്ന് പറയും. ജോൺസേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു തിയേറ്ററാണ് AVMൽ സി ബ്ലോക്കിലുള്ള സി തിയേറ്റർ. ഒരുവിധപ്പെട്ട പാട്ടുകളെല്ലാം അദ്ദേഹം അവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെക്കോർഡിങ്ങിന് അങ്കിളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോഴത്തേക്ക് ഞങ്ങൾ അതിൻ്റെ പുറയിലൊരു മാവും ഒരു തിട്ടയുണ്ട് ഈ സ്റ്റുഡിയോയുടെ പുറയിൽ. അവിടെ ബ്രേക്ക് സമയത്ത് ഈ സൈക്കിളിൽ ചായ, പിന്നെ അതിനെ അതിനെന്താ പറയുക, പൊങ്കലല്ല, ഈ സുണ്ടൽ. സുണ്ടൽ, അത് കടല മെഴുക്കുപുരട്ടി പോലത്തെ. അതെ തന്നെ. ഈ സുണ്ടൽ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പം കൈതപ്രം സാർ പറഞ്ഞു, ദേ നമ്മുടെ രണ്ടുപേരുടെ നാളെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. കൈതപ്രം സാർ രേവതിയാ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതിൽ രണ്ടുപേരുടെ നാള് ഞാൻ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്, ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ടിൻ്റെ റെക്കോർഡിങ്ങും അങ്കിൾ കേട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
മോളെ എന്താ സർ? എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? കുഴപ്പമില്ലാതെ പാടി. കുഴപ്പമില്ല, പാടി കറക്റ്റാണ്, നന്നായിട്ട് പാടി, കുഴപ്പമില്ല. കുറച്ച് ഉറച്ചു പാടാൻ പറ്റും. അത് പിടിക്കരുത്, പിടിക്കുമ്പോഴാണ് നമുക്ക് അവിടെ എത്തുമെന്നുള്ളത്. ഈസി ആയിട്ട് പാടിയ തിങ്കളാണിവൻ, അത്രേ ഉള്ളൂ. അത് പെർഫെക്റ്റ് ആയിട്ട് വരണം. അത് മോള് ഒതുക്കുന്ന കാരണം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ക്ലാരിറ്റി കിട്ടില്ല. ഈ കണ്ണനെന്നു പേര് അങ്ങനെ തുറന്ന് പാടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പൊന്നും കുടത്തിന് പൊട്ടു തൊടാൻ വരുമല്ലോ കടിഞ്ഞൂൽ പിറന്നാളിൻ കന്നിക്കൈകൾ. അപ്പോൾ ആ കന്നിക്കൈകൾക്ക് മാത്രം കൊടുത്താൽ മതി. അതിനു മുമ്പ് നമ്മൾ തുറന്ന് പാടി വരിക, എന്നിട്ട് അങ്ങനെ കൊടുക്കുക. എല്ലാത്തിനും മോള് പൊട്ടു തൊടാൻ വരുമല്ലോ കടിഞ്ഞൂൽ പിറന്നാളിന് എല്ലാത്തിനും എക്സ്പ്രഷൻ കൊടുക്കുകയാണ്. അത്രയും വേണ്ട, ഒന്ന് പ്ലെയിനായിട്ട് പാടി വരും. അവിടെ ക്ലാരിറ്റി വരണമെങ്കിൽ അതിൻ്റെ ഡൈനാമിക്സ് കൊണ്ടുവരും. അങ്ങനെ അവിടെ എക്സ്പ്രഷൻ വരാം, മനസ്സിലായോ? അപ്പം എല്ലായിടത്തും ഒരേ എക്സ്പ്രഷൻ കൊടുക്കാതെ വേണ്ട സ്ഥലത്ത് മാത്രം കൊടുക്കാൻ നോക്കുക. ഇപ്പം മോള് വോയിസ് ഇങ്ങനെ ഹസ്കിയായിട്ട് പാടുമ്പോൾ എല്ലാ വരികൾക്കും, അതായത് ആലില കണ്ണന് ചോറ് കൊടുക്കാനാണല്ലോ, ശ്രീ അല്ല ശ്രീ, ഹരിശ്രീ, ശ്രീ ഗുരുവായൂരല്ല കേട്ടോ. അപ്പോൾ അക്ഷരം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഒരു ഇൻകൺസിസ്റ്റൻസി എനിക്ക് ഈ പാട്ടിൽ കുറച്ച് സ്ഥലത്ത് ഫീൽ ചെയ്തു. കുറേ സ്ഥലം നന്നായിരുന്നു, കുറേ സ്ഥലം അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ആട്ടമുണ്ടായിരുന്നു. പക്ഷെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോള് ഗോൾഡൻ ക്രൗൺ എത്ര പ്രാവശ്യം കിട്ടി? 3 ആ പോരെ, 3 മാസം 3 എണ്ണം, അതാണ് കണക്ക്. നമ്മൾ ഡോക്ടർ ഗുളിയായിരുന്നല്ല. അപ്പം കൃത്യമായിട്ട് പഠിച്ച് ഹസ്കിനെസ് കുറച്ച് ഓപ്പൺ വോയിസിൽ കൊണ്ടുവന്നിട്ട്, ഓപ്പൺ വോയിസിൽ കൊണ്ടുവരുന്ന കഴിയുമ്പോഴത്തേക്ക് മോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹസ്കി വോയിസ് ഉള്ളതുകൊണ്ട് ആ എക്സ്പ്രഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതായത് താഴെ ഇങ്ങനെ ഹസ്കിയായിട്ട് പാടിയിട്ട് ഒന്ന് തുറന്ന് പാടും എന്ന് പറയുമ്പോഴത്തേക്കും മോക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. നേരെ മറിച്ച് തുറന്ന് പാട്ട് ആ ആ എന്ന് പാട്ട് ആ ഇങ്ങനെ പാടാം. നേരെ മറിച്ച് ആ എന്ന് പറഞ്ഞാൽ പിന്നെ തുറക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റൂല തുറക്കാൻ. അപ്പം അതുകൊണ്ട് എപ്പോഴും അകാരം, ഉകാരം, ഇകാരം, ഒകാരം അങ്ങനെയുള്ളത് തുറന്നങ്ങോട്ട് പാടും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, നന്നായിട്ട് പാടിയോണേ. ഓൾ ദി ബെസ്റ്റ്. അമൃതവർഷിണി, എന്താ സർ? മോളുടെ പാട്ടിൽ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ എഴുതി വെച്ചത് ഇനി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞതിലുണ്ട്. അപ്പോൾ മെയിൻലി മോൾ അത് തന്നെ എപ്പോഴും പറയുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വ്യത്യാസമുണ്ട്, കുറവുണ്ട്. ശ്വാസത്തിൻ്റെ ശബ്ദം ഈ പാട്ടിൽ എനിക്കൊരു ഏങ്ങലടിച്ച് കരയുന്നൊരു സാധനം കിട്ടിയില്ല. അതിൽ തന്നെ ഞാൻ എന്താ പറയേണ്ടത്, ഹാപ്പിയാണ്. കാരണം മറ്റേത് ഏത് സന്തോഷപ്പാട്ടാണെങ്കിലും അതിൻ്റെ അകത്തൊരു വിങ്ങൽ കേൾക്കാം. ഇപ്പം അത് മോൾ കുറേ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഹസ്കി സിംഗിങ് ഒക്കെ കൂടുതൽ ഇൻ തിങ് ആയി മാറിയത് പുതിയ കൈൻഡ് ഓഫ് മ്യൂസിക്കിലാണ്. പഴയ കാലത്തും ഉണ്ട്, പക്ഷേ കൂടുതലും അത് ട്രെൻഡി സിംഗിങ് ആയിട്ട് മാറിയത് ഇന്നത്തെ കാലമാണ്. ജോൺസൺ മാസ്റ്ററിൻ്റെ മോള് പാടുന്ന പാട്ടുകളൊന്നും ഇന്നത്തെ കാലത്തെ പാട്ടുകളല്ല. ആ പാട്ടുകൾക്ക് ഈ സിംഗിങ് വരുമ്പം നമുക്കത് ജോൺസൺ മാസ്റ്ററിൻ്റെ മ്യൂസിക്കുമായിട്ട് കണക്ഷൻ കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? ആ സിംഗിങ്ങിന് വേണ്ടുന്ന ഒരു ഡൈനാമിക്സ് ഉണ്ട്. തുറന്ന് പാടുന്നതിൻ്റെ ഇടയിൽ കൂടി ചില അക്ഷരങ്ങൾ സോഫ്റ്റായിട്ട് പറയാം. അത് രണ്ടും മോള് ഫുൾ സോഫ്റ്റായിട്ട് പാടുമ്പോൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞത് അങ്ങ് കിട്ടുന്നില്ല.
അതാണ് ആകെയുള്ളൊരു പ്രശ്നം. അത് മോളൊന്ന് തുറന്ന് പാടാനുള്ളൊരു കോൺഫിഡൻസ് മോൾക്ക് വരണം. നമ്മൾ ഇത്രയും മോളെ പുഷ് ചെയ്താൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടാണ്. കാരണം മോളുടെ വോയിസ് ഇതേ ഫ്ലോറിൽ 12Kയിൽ ടോപ്പ് സിംഗർ ഓഡിഷനിൽ വന്നപ്പം വേറൊരു വോയിസ് നമ്മളെല്ലാവരും കേട്ടു, ശരിയല്ലേ? അത് ഈ വോയിസ് അല്ല, നല്ല ബോൾഡായിട്ട് തുറന്നിട്ടുള്ളൊരു വോയിസാണ്. ആ വോയിസ് എന്താണ് ഇപ്പോൾ വരാത്തത്? കഴിഞ്ഞ പാട്ട് പാടിയപ്പോഴും നല്ലൊരു തുറന്ന വോയിസ് ഉണ്ടായിരുന്നു. ഏത് പാട്ടായിരുന്നു? ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു. ഫാസ്റ്റ് നമ്പറിൻ്റെ മാറിക്കോ അതിന് മാറിക്കോ ആ വോയിസ് നല്ലൊരു തുറന്ന വോയിസ് വന്നിരുന്നു. അത് മാറിക്കോന്ന് വന്നതുകൊണ്ടാണ്. മാറിക്കോ അല്ലേ? അപ്പൊ മാറി. അർദ്ധരാത്രിയിൽ നിന്ന് കോമഡി അടിക്കുന്നു. അല്ല, എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് ഹാർട്ടഡ് കോൺവെർസേഷൻ. ശരിയാണ്. അപ്പം ഇത് മോൾക്ക് ശരിയാക്കാനാവുന്നത് പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇതിൽ പാടിയതൊന്നും ശരിയല്ല, പിച്ച് പോക്കാണ്, സംഗതി മാറിപ്പോയി, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡീസൻ്റായിട്ടാണ് പാടിയത്. പക്ഷെ അതും കൂടി വന്നു കഴിഞ്ഞാൽ ഭംഗി കൂടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അമൃതക്കുട്ടി, എന്താ എനിക്ക് പറയാനൊന്നുമില്ല. പറയേണ്ടതെല്ലാം കൃത്യമായിട്ട് രണ്ടുപേരും പറഞ്ഞു തന്നു കേട്ടോ. ഈ ഹസ്കി വോയിസ്, എനിക്ക് ഈ വോയിസ് വളരെ ഇഷ്ടമാണ്. പക്ഷേ ചിലപ്പോൾ ഡെഫിനിഷൻ കിട്ടുന്നില്ല, അതാണ് അവർ പറയുന്നത്. എനിക്ക് എസ്പെഷ്യലി പ്രത്യേകിച്ച് അനുപല്ലവീൻ്റെ ഫസ്റ്റ് ലൈൻ ചരണം പാടിയപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി. പക്ഷെ അനുപല്ലവീൻ്റെ ഫസ്റ്റ് 2 ലൈൻസ് പാടിയപ്പോൾ മുഴുവൻ ലൈനും പാടി വരുമ്പം കുറച്ച് ശ്രുതി ഇവിടെ അവിടെ ഒന്ന് കറക്റ്റായിട്ട് വന്നില്ല. എനിക്ക് തോന്നി കൂടുതൽ ഈ ഹസ്കി കൊണ്ടായിരിക്കും അത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു കോറ് കൊണ്ടുവരാൻ, ഒരു വോയിസ് ഫുൾനെസ് കൊണ്ടുവരാൻ ശ്രമിക്കാം. അത് ചെയ്താൽ തകർക്കാം. പിന്നെ എല്ലാ പാട്ടും തകർക്കാം. ബിക്കോസ് ഫീല് കിലോ കണക്കിലുണ്ടല്ലോ. അപ്പം നമുക്ക് ഇഷ്ടം പോലെ ഫീല് കൊടുക്കാം. പക്ഷേ ചില സ്ഥലങ്ങൾ അങ്ങനെ പ്ലെയിനാக പാടിയാൽ തന്നെ ഫീലിൻ്റെ ഒരു പ്രത്യേകത തോന്നും. എല്ലാം ഫീലായി പോയാൽ അപ്പോൾ എതുവും സ്പെഷ്യലായിട്ട് തോന്നുമില്ല അല്ലേ? അതാണ് നമ്മൾ ആ കോൺട്രാസ്റ്റ് വേണം തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ് മോള്. താങ്ക് യു മാം. അമൃതക്കുട്ടി എന്താ സർ? നന്നായിട്ട് പാടി മോള്. എല്ലാം നന്നായിട്ട് തന്നെയാണ് പാടിയത്. പക്ഷേ എപ്പോഴും പറയാറുള്ള പോലെ ഇപ്പോൾ ഇവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓപ്പൺ വോയിസിൽ പാടണം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം മുതൽ തന്നെ ഇങ്ങനെ ഹസ്കി വോയിസിൽ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കും. ജസ്റ്റ് ഇങ്ങനെ മോളിപ്പോൾ നല്ലൊരു സംഭവം പാടിയാലും നല്ലൊരു ഇത് പാടിയാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഓപ്പണായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഹസ്കി വോയിസ് നല്ല എക്സ്പ്രഷൻ കൊടുത്ത് പാടുകയാണെങ്കിൽ ആഹാ, കോൺട്രാസ്റ്റ് അങ്ങനെ വരും. മനസ്സിലായോ? അത് നമ്മുടെ മുഖത്തും നമ്മുടെ മാനറിസത്തിലെല്ലാം അതും കാണാൻ പറ്റും. മോളുടെ വോയിസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കും വളരെ ഇഷ്ടമുള്ള വോയിസാണ് മോളുടെ. റെക്കോർഡിങ്ങിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വോയിസാണ്. റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോൾ സൗണ്ട് എഞ്ചിനീയർ കറക്റ്റായിട്ട് അതിൻ്റെ വോളിയൊക്കെ കൂട്ടി നല്ല കേൾക്കാൻ പാകത്തിന് അത് മിക്സ് ചെയ്ത് വരുമ്പോൾ നന്നായിട്ടിരിക്കും. പക്ഷെ ഒരു സ്റ്റേജിൽ പാടുമ്പോൾ നമ്മൾ ഓപ്പണായിട്ട് പാടേണ്ടി വരും പല പാട്ടുകൾ. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ തന്നെ സ്റ്റേജിൽ പാടുമ്പോൾ ചിലപ്പോൾ ഓപ്പണായിട്ട് പാടേണ്ടി വരും. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഹരിമുരളിരവം ക്ലോസ്ഡ് ആയിട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ ഇൻഡോർ ഒരു ഓഡിറ്റോറിയത്തിനുള്ളിലൊക്കെ പാടുകയാണെങ്കിൽ സോഫ്റ്റായിട്ട് പാടും. ഒരു ഗാനം അമ്പലപ്പറമ്പിലൊക്കെ പാടുകയാണെങ്കിൽ ഹരിമുരളിരവം പാടുന്ന രീതി വേറെയായിരിക്കും. സ്റ്റേജിലാണെങ്കിൽ ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹന അങ്ങനെ പാടും. സ്റ്റുഡിയോയിലാണെങ്കിൽ ഹരിമുരളീരവം ഹരിതവൃന്ദാവനം എന്ന് പാടും. അത് മതി ശരിക്കും പറഞ്ഞു. ഇത് രണ്ടും അല്ലാതെ ഒരു നല്ലൊരു പാർട്ടി ഉള്ള സ്ഥലത്താണ് ഈ പാട്ട് പാടുന്നതെങ്കിൽ എങ്ങനെ പാടുക? പാർട്ടിയുള്ള സ്ഥലത്താണെങ്കിലും ഈ പാട്ട് പാടുമ്പോൾ ക്ലോസ്ഡ് പാർട്ടിയുള്ള സ്ഥലത്താണ് അടിപൊളി പാട്ടുകളല്ലേ. എന്തായാലും മോള് നന്നായിട്ട് തന്നെ പാടുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചും കൂടി മോള് സംസാരിക്കുമ്പോൾ തന്നെ ഹസ്കി വോയിസ് ആണ്. കേൾക്കട്ടെ? അതാ ചിരിക്കണതന്നെ ഹസ്കിയ, ചിരിക്കുന്നത് ഹസ്കിയ. അപ്പോൾ മോള് കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടി മോള് മാക്സിമം ട്രൈ ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ. മധു ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും ഓരോ ഹരിമുരളി. ഇവിടെ ഫ്ലവേഴ്സിനൊരു ഹരിമുരളി, മറ്റേ വടക്കുന്നാഥൻ ക്ഷേത്രത്തിലൊരു ഹരിമുരളി. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പാടിയപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചന്ദ്രമന സാർ എന്നെ വിളിച്ചു ചോദിച്ചിട്ടും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണല്ലോ പാടിയതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾ പാടുമ്പോൾ ഞാൻ അങ്ങനെയാണ് പാടാറ്. പിന്നെ വേറെ ടൈപ്പ് ഉണ്ട്, കിട്ടുന്ന പേയ്മെന്റിനനുസരിച്ചുള്ള പാട്ട്. അത് കാണിച്ചു. അത് സ്വാഭാവികമായിട്ട് പേയ്മെന്റ് ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? നല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം സംഗതിയായിരിക്കും. ഓരോ രണ്ട് മൂന്ന് ട്രാക്ക് എക്സ്ട്രാ എടുത്തു. എങ്ങനെയാ പതിവ്? അതൊക്കെ തന്നെ.
നല്ല കൂട്ട്. ഈ ഹരിക്ക് ആനയുള്ള എവിടെന്നറിയോ? ഹരിയാന. എന്തൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിൽ എങ്കില് തന്നെ ഒരിക്കലും തലമുടി ഡൈ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒരിക്കലും തലമുടി കറക്കത്തില്ല. പക്ഷെ ഞാൻ അങ്ങനല്ലായിരുന്നു ചോദ്യം. My God, എന്ത് പറ്റി? അങ്ങനെയല്ല ചോദ്യം. അല്ല, അങ്ങനെയല്ല. സത്യത്തിൽ ഞാൻ അതുകൊണ്ടാണ് മീശയും താടി ഇപ്പൊ വെക്കാത്തത്. ഡൈ ചെയ്യണം. മീശയും താടിയും വെക്കാത്തത് ഡൈ ചെയ്യേണ്ട കാര്യം ഓർത്തു. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മൊഴി ഡൈ ചെയ്യാറേ ഇല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായി. കയറാൻ പറ്റാത്ത ഒരു പടി. ഞാൻ പറയാം. കയറാൻ പറ്റാത്ത പടി. ആ നടപടി. ആ പടിയിലും കയറാൻ പറ്റും. വേറെ പടി. മറുപടി. മറുപടി. ഓക്കെ, താങ്ക് യു. അത് വേസ്റ്റാ. ചോറിന്റെ കൂടെ കൂട്ടാത്തൊരു കറി എന്താണ്? ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റാത്ത ഒരു കറി. മെർക്കുറി. കറി. അല്ല, കറിയാണല്ലോ അല്ലേ? ക്രോക്കറി. ക്രോക്കറി. ആണോ? ക്രോക്കറി. ബേക്കറി. കറക്റ്റ്. ബേക്കറി. കയ്യിലുള്ള എല്ലാം തീർത്തിട്ട് പോവാം. ഇന്നത്തെ പേജ് കഴിയട്ടെ. ഒരു പെണ്ണിന്റെ അടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റിയ സ്ഥലം ഏതാണ്? ഏത് സ്ഥലത്തും ഞാൻ പറയാം. ആ അത് ഏത് സ്ഥലത്ത് വെച്ചും പറയാലോ. ഇന്ന സ്ഥലത്ത് വെച്ച് പറയണം. ഞാൻ നിർത്തി. ഇതും കൂടെ ആയിട്ട്. അല്ല, ഏത് സ്ഥലത്ത് വേണം പറഞ്ഞൂടെ? ഇല്ല അല്ല പാകിസ്ഥാനാണോ? അല്ല, അതെന്തിനാ അവിടെയൊക്കെ പോയി പറയുന്നത്? എന്നിഷ്ടമുള്ളൊരു സ്ഥലം. അതില് kiss ഉണ്ട്. ഭയങ്കരല്ലേ? എവിടുന്നാ വരുന്നേ? ഞാൻ പറയാം. ഇങ്ങനത്തെ ചോദ്യം വേറെ ആ, എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണെന്ന് പറയാൻ പറ്റിയ ഒരു ക്ഷേത്രം. ഇപ്പൊ സ്ഥലം ക്ഷേത്രമാണ്. ഉത്തരം പറഞ്ഞു പോയി. എന്താ? ബെസ്റ്റ് ചോദ്യം. അതെന്തിനാ ക്ഷേത്രത്തിൽ പോയി പറയുന്നേ? കാലിൽ ചെരുപ്പുണ്ടാവില്ല. ഇല്ല, ക്ഷേത്രത്തിനുള്ളിൽ അത് കാലില് ചെരുപ്പ്. അല്ല, ചെരുപ്പുണ്ടാവില്ല. ചെരുപ്പടി കിട്ടത്തില്ലല്ലോ. അതാണ്. കൈക്കടിച്ച്. അല്ല, എന്നാലും ചെരുപ്പടിയല്ലേ ഏറ്റവും വലിയ കുഴപ്പം. അയ്യോ പ്ലീസ്, മാർക്ക് എന്താണ് പറയാം? അതൊരു ഗുമ്മില്ല. ഏത് മാർക്ക്? അറിയാതെ ശ്രീകുടി ഞാൻ ഉത്തരം കൂടി വായിച്ചു പോയി എന്റെ ഇടയില്. പറയാൻ പറ്റുന്ന ക്ഷേത്രം. പെണ്ണ് താഴെ നിൽക്കുന്നു. ഒറ്റ വാക്കില് പറയണം ഇംഗ്ലീഷില്. പെണ്ണ് താഴെ നിൽക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ്. അല്ല, മിസ് അണ്ടർസ്റ്റാൻഡിങ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്. മിസ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്കിനി മാർക്കിലേക്ക് കിടന്നാലോ? അപ്പം അമ്രൂട്ട്സിന് ഞാൻ തരുന്നു 8 out of 10. താങ്ക് യു സർ. വീണ്ടും ഒരു 8 out of 10. താങ്ക് യു സർ. ഞാനും അനുവും ചേർന്ന് മോൾക്ക് തരുന്നു 8.5. താങ്ക് യു സർ. So 24.5 out of 30. താങ്ക് യു സർ. That means you have got A extreme. അപ്പോ ഒരു രേവതി പൂക്കുറ്റി ആയല്ലോ. ആടി ഒരു രേവതി പൂക്കുറ്റി. Congratulations, you are awarded A extreme. അപ്പൊ ഇനി പ്രേക്ഷകരുടെ സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ബോർഡ് എക്സാം ഒക്കെ ഡിക്ലെയർ ചെയ്ത് ഈ ഒരു സമയത്ത് എക്സാം എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ബോർഡ് എക്സാമിനോടനുബന്ധിച്ച് നമ്മുടെ ഡിജിറ്റൽ ട്യൂഷൻ അസിസ്റ്റന്റ് ആയ 90+ മൈ ട്യൂഷൻ ആപ്പ് കൂട്ടുകാർക്ക് 50% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് 90+ ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. ഈ അപ്ഡേറ്റ്സ് ഉപയോഗിച്ചുള്ള പഠനത്തിലൂടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ കൃത്യമായി എക്സാം ഓറിയന്റഡ് ആയി പഠിക്കാൻ സാധിക്കുന്നു. ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്സ്. നിത്യഹരിത നാദങ്ങളുടെ വെൺ വസന്തത്തിലേക്ക് നാദവിരുന്നൊരുക്കാനെത്തുന്നു ദേവ്നക്കുട്ടി. വെൽക്കം ദേവ്നക്കുട്ടി ഓൺ സ്റ്റേജ്.
ചുറുചുറുക്കോട് കൂടിയാണല്ലോ ഓടി അതെ വന്നത് അതെ അല്ലേ? സ്മാർട്ടായിട്ട്. നല്ല സ്മാർട്ടായല്ലേ അതെ ദൈവം. അതെ അതെ ഓ അതെ. മിടുക്കി കുട്ടിയെ. പിന്നെ പക്ഷേ ആരോ പറഞ്ഞു ഭയങ്കര വാചകടിയാണെന്ന്. ആണോ? അതിന് അങ്ങോട്ട് നോക്കുന്നേ. ഞാനാ പറഞ്ഞു. കാരണം ആരോ ഏതെങ്കിലാ അത് മണിരാഗാണ്. മണിരാഗ്. ആ മണിരാഗ്. അത് തന്നെ. മനു. മണിരാഗ്. അതെ അതെ മനു. ആ. നമ്മള് മണി എന്നൊക്കെ വിളിക്കും. അല്ല ഞാൻ പറഞ്ഞു ഭയങ്കര വാചകമാണ്, പാട്ട് പഠിത്തം ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പാട്ടൊക്കെ പഠിക്കും. ഭയങ്കര വാചകമാണെന്ന് പറഞ്ഞു. ഇല്ല, ഭയങ്കര വാചകമാണ്, ഭയങ്കര ശാപ്പാടുമാണ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 5 പെറോട്ടയും ഒരു 2 ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്ന് പറയുന്നത് അത് അത്ര സ്പീഡിൽ തീരുമെന്ന്. ആണോ? എന്താ ഇത്? എന്താ ഇത്? എനിക്കറിഞ്ഞൂടാ. എന്താ ഇത്? ആ മാമന്റെ അടുത്ത് ചോദിക്കും. മാമൻ എന്നെ വിളിച്ച് പറഞ്ഞു അതൊന്ന് പറയണം. മോഡത്ത് പറഞ്ഞു. നമ്പറൊന്നും ഇല്ല. 9498788212. ആന്നല്ല. മാമൻ അങ്ങനെ ഒരു നമ്പർ ഉണ്ട്. ഇല്ല. അത് മോൾക്ക് അറിയില്ല. അതെ. ഇന്നലെ ഞാൻ ആ 112 ഞാൻ വിളിച്ചതാണ്. 112 അവസാനിക്കുന്നത്. അതിൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആ ദേവനക്കുട്ടി രക്ഷയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര നാക്കാണ്. നിങ്ങൾ ആ സ്റ്റേജിൽ വരും മാത്രമേ ഉള്ളൂ മിണ്ടാതിരിക്കുന്നത്. കുഴപ്പമില്ല. മാമൻ എന്തോ പറയട്ടെ, നമുക്ക് നമ്മുടെ സി കെ അതെ അതെ CM എന്നൊക്കെ പറയുന്ന പോലെ ആ ബഹുമാനമാണ് തരുന്നത്. CK. നമ്മൾ പറയത്തില്ലേ, അയ്യോ CM വരുന്നുണ്ട് ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് ആരൊക്കെ ഉണ്ട് ചോദിക്കും. CK ഉണ്ട്. അതെ അതെ. എടി ദേവനാകുട്ടി, വെറുതെ കളിയാക്കിയതായിട്ടോ, വളരെ സീരിയസ് ആണ്. വളരെ സീരിയസ് ആയിട്ട് ഇടയ്ക്ക് ഇത്ര നേരം ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ഈ മാമൻ എങ്ങനെ ഇത് എങ്ങനെ പറഞ്ഞു വിളിച്ച്? ഏത് പാട്ടാ മോളെ? തുമ്പി തുമ്പി തുള്ളൻ വായോ. സലിതയുടെ പാട്ടല്ലേ? തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. 1 2 3 2 2 3. തുമ്പി തുള്ളാൻ വാ.
എനിക്കേ ഓ നന്നായിട്ട് പാടി മോളെ. നല്ലൊരു പാട്ട്. എന്തൊരു രസമാണ്. വരികളാണ് അതിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. സലിൽദ അങ്ങ് പൊക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ഭാസ്കരൻ മാഷ് ഒരു കല്ലും കൂടെ എടുത്തു വെച്ചു. ഇരിക്കട്ടെ, ഒരു വെയിറ്റ് ആയിട്ടൊരു പാട്ടാണ്. സിമ്പിളാണ് എങ്കിലും എത്ര ഹമ്പിളാണ്. ഈ പാട്ട് എത്ര സുഖമാണ് കേൾക്കാൻ. മോള് നന്നായിട്ട് പാടി കേട്ടോ, രസമായിട്ട് പാടി. മോക്കിപ്പോഴും ഉള്ളൊരു ചെറിയത് ഈ വോയിസിലുള്ള ആ സ്ക്രാച്ചാണ്. അതെങ്ങനെയെങ്കിലും വലിച്ചു പറിച്ച് കളയണം. കാരണം അത് കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആവും. ഒരുപാട് സ്ഥലത്ത് വളരെ നന്നായിട്ട് പാടി. അത് മുറ്റത്തെ മുല്ലയിൽ ഊഞ്ഞാലാടൊക്കെ അതൊക്കെ നന്നായിരുന്നു കേട്ടോ. വളരെ രസമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ താമരക്കണ്ണന് തായോ എന്ന് പറയുന്ന കുറച്ച് ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഈ സ്ക്രാച്ചും ശ്രുതി ഒഴിച്ചു കഴിഞ്ഞാൽ മോക്കത് ഈ പാട്ട് വളരെ നന്നായിട്ട് പാടി. വളരെ രസമായിരുന്നു കേൾക്കാൻ. എല്ലാവരുടെയും വോക്കൽ കോഡ് ഒരുപോലെയാണ്. മീനുട്ടിയുടെയും മോടെയും എൻ്റെയും ദീപുവിൻ്റെയും എല്ലാവരുടെയും, ഇവിടെ ഇരിക്കുന്ന മധുവിൻ്റെയും അനുവിൻ്റെയും എല്ലാവരുടെയും വോക്കൽ കോഡും ഒറ്റ ഇതാണ്. 2 മെമ്പറൈനാണ്. ഈ മെമ്പറൈൻ്റെ അകത്തൂടെ പോണ ഒരു പാസേജ് ഓഫ് കാറ്റ്, എയറാണ് ഇതിൻ്റെ വൈബ്രേഷൻസിലൂടെ നമുക്ക് പലവിധ ശബ്ദങ്ങളും, മോക്കൊരു ശബ്ദം, മീനുവിനൊരു ശബ്ദം, എനിക്കൊരു ശബ്ദം അത് തരുന്നത്. പിന്നെ അതിലൂടെയാണ് ഒരു റീഡും ഇല്ല. നമ്മളിപ്പം വേണ്ട അവിടെ കണ്ടോ എന്താണ് കീബോർഡിൻ്റെ റീഡല്ലേ, സാരിഗമ പദനിസ സാഗ റീമ ഗ പാപ മഗ നമുക്ക് അതിനകത്ത് വായിക്കാം. പക്ഷേ ഇതിനകത്ത് റീഡില്ല. ഇങ്ങനൊരു സാധനമാണ്. ഇതിനകത്തോട് ഈ എയർ കയറുമ്പോഴാണ് സംഭവം അത് ക്ലിയർ ആയിട്ട് വരുന്നത്. അതൊരു വലിയ ദൈവത്തിൻ്റെ ഒരു വലിയൊരു ക്രിയേഷനാണ് അല്ലേ, ഭഗവാന്റെ ഒരു വലിയ ക്രിയേഷനാണ്. എത്രയോ പേര് പാടുന്നില്ല, പക്ഷെ എത്രയോ പേര് നന്നായിട്ട് പാടുന്നു. ഇതെങ്ങനെ? നോ റീഡ്സ് ഇൻ യുവർ വോക്കൽ കോഡ്. ഒരു റീഡും ഇല്ല. ഒരു രാഗം പാടിക്കഴിഞ്ഞാൽ ഇപ്പം പാടിക്കഴിഞ്ഞാൽ തോടിയായി. വേറൊരു രാഗം. അങ്ങനെ നമുക്ക് അങ്ങനെ പാടാൻ ദൈവം അനുഗ്രഹം തന്ന ഒരു സംഭവമാണ് ഈ വോക്കൽ കോഡ്. അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ഈ സ്ക്രാച്ച് എന്തുകൊണ്ടാണെന്ന് മോളൊന്ന് നോക്കണം. ഓക്കെ, പാട്ട് നന്നായിട്ട് പാടി, പക്ഷേ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഈ സലീൽദാന്റെ പാട്ട് പാടിയ ശ്രീയേറ്റിന് ഒരു പ്രാന്ത് പിടിക്കും. അത്ര ഒരു സ്നേഹമാണ് ആ പാട്ട്. എപ്പോഴും സലീൽദാന്റെ മെലഡി കേട്ടാൽ തന്നെ അത് എന്തുകൊണ്ടെന്ന് അറിയില്ല, അത്ര ഒരു സ്നേഹമാണ് സലീദാவோட ക്രിയേഷൻസോട്. അപ്പോൾ ഈ പാട്ട് സലീദാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ പോലെ തോന്നും പാട്ട്, പക്ഷെ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സംഗതിയും, അത് അത്ര എളുപ്പമല്ല. ആ നോട്ട്സൊക്കെ അതല്ലേ അതിങ്ങനെ ആ ഫ്രേസസ് എല്ലാം അല്ലേ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് നോട്ട്, പിന്നെ ഇടയ്ക്ക് ഒരു സംഗതി. അത് ഈസി പോലെ തോന്നും, പക്ഷെ അത് പാടി നോക്കിയാൽ പണി കിട്ടും. അതാണ് സലീൽദ അല്ലേ. അപ്പോൾ ദേവന ഒരുപാട് ശ്രമിച്ച് പാടി. വളരെ ക്യൂട്ടായിരുന്നു ദേവന പാടിയത്. ചിലപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് പാടാമോ എന്ന് തോന്നി ചില സ്ഥലങ്ങളിൽ. അപ്പോൾ എനിക്ക് ഇതാണ് തോന്നിയത്. വളരെ ക്യൂട്ടായിട്ട് പാടി. സംഗതിയൊക്കെ ആ പല്ലവിയിലുള്ള സംഗതി അല്ലേ, ഊഞ്ഞാലാടാം, അത് ഊഞ്ഞാൽ പോലെ തന്നെ ആടി വന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓ, ഈ പാട്ട് കേട്ടെ, എനിക്ക് ഒരു പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് വരുന്നത്. इतला के जल्दी कहा दूर तेरे पी का घर है, भलका के जल्दी कहा थोड़ा वो घबराए, थोड़ा सा शर्माए, चली यहाँ से वहाँ। सागर से मिलने का उसका तो सपना था, मेरे ही तरह पिया जिया डोले होले होले क्यों ये डोले जानो ना पिया बोले क्या ये बोले जानो ना. ശബാഷ്. എന്ത് രസമാ മധു, ഹിന്ദി പാട്ട് പാടണം. സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എന്തായാലും മോൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനൊരു വലിയ കയ്യടി. ഓക്കെ, താങ്ക് യു സർ. പിന്നെ ശബ്ദത്തിൻ്റെ കാര്യം ശരിയാക്കണം. സ്ക്രാച്ച് ഉണ്ട്. എന്തോ ഒരു വടകം കഴിക്കണ കാര്യം പറഞ്ഞാൽ എന്തോ
താടിസപത്രാദിവടകം അതോ ചൂർണോ? ചോദിക്കരുത്. അത് കഫം പോകാൻ നല്ലതാണ്. കഫത്തെ ഇങ്ങനെ അലിയിപ്പിച്ച് കളയാൻ നല്ലതാണ്. ഓക്കെ, ചുമയൊക്കെ ഉള്ളപ്പോഴൊക്കെ കഴിക്കുന്നതാണ് സാധാരണ. എന്തായാലും ആ ഡയലോഗൊക്കെ സൂപ്പർ ആയിരുന്നു തുടക്കത്തിലെ. അന്ന് കേക്കട്ടെ. അങ്ങോട്ട് ഓടി വരാൻ തോന്നുന്നുണ്ട് കേൾക്കുമ്പോ. പിന്നെ മോൾക്ക് കുറച്ച് ശ്രുതി പ്രശ്നം, അതിപ്പോൾ ഓൾറെഡി ശ്രീകുട്ടനങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കുള്ള താമര കണ്ണിനഞ്ജനം അവിടെയൊക്കെ ശ്രുതിയുടെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആനയെ കാണാം, അമ്പാരി കാണാം, അവിടെയൊക്കെ കേട്ടോ. അപ്പൊ ശ്രുതിയുടെ കാര്യവും ഈ ശബ്ദത്തിന്റെ കാര്യവും മാത്രം ഒന്ന് മോള് ശ്രദ്ധിച്ചാൽ മതി. നല്ല കഴിവുള്ള കുട്ടിയാണ് നമ്മുടെ ദേവന CK കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ദേവനക്കുട്ടി ഇപ്പൊ ഇവരെല്ലാരും പറഞ്ഞത് മനസ്സിലായില്ലേ? എവിടെയാണ് ദേവനക്കുട്ടിക്ക് പ്രശ്നം പറ്റുന്നത് മനസ്സിലായത്? സ്ക്രാച്ച് വരുന്നത് എവിടെയാണ്? അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ദേവന മോൾ? ഇപ്പൊ പാട്ടിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം എല്ലാവരും പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന പോലെ തോന്നിയ ലൈന് തുള്ളാൻ വായോ എന്ന് പാടി നിർത്തില്ലേ, ആ നിർത്തുന്ന പോർഷൻ മാത്രം ഒന്ന് പാടിയേ. ലാസ്റ്റ് പല്ലവിയുടെ അവസാനം തുള്ളാൻ വായോ വന്ന് നിർത്തില്ലേ, അവസാനം പോയതാണ് ഓ എന്നുള്ളൊരു സംഭവം പോകുന്നുണ്ട്. അതാണ് മോളുടെ പ്രശ്നം. ഒന്നും കൂടിയും പാടിയേ. ശരിയായി വരുന്നുണ്ട്. ഇതാണ് മോളുടെ പ്രശ്നം. അപ്പൊ ഏത് നോട്ട് പാടുമ്പോഴും ലോങ് ആയിട്ട് പിടിച്ചു വെച്ച് നോക്കണം അതിങ്ങനെ പോകുന്നുണ്ടോ. അവിടുന്ന് വരുന്ന സമയത്ത് സ്ക്രാച്ചോ ഒരു വെള്ളി പോലെ ഒരു വേറൊരു നോട്ടിലേക്ക് ഇങ്ങനെ സ്ലിപ്പാവും ലോങ്. ഇപ്പം അതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഇപ്പം ഇതേ ഈ വോൾട്സ് വായിച്ചില്ലേ, ഇതിൽ സരിഗമ ഒന്ന് പാടിയേ. സരിഗമ പദനിസ വരെ പാടിയ മോള്. പോകുമ്പോ സ്ക്രാച്ച് വന്നില്ലേ, അത് വരുമ്പോൾ ആ ഏരിയയിൽ മോൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ തിരിച്ചത് വന്ന് സ്ക്രാച്ച് ഇല്ലാതെ പാടണം. അപ്പോൾ അങ്ങനെ ഇപ്പം ഇത് ഈ പാട്ടിൻ്റെ ഒരു സ്കെയിൽ ഇതല്ലേ, സരിഗമ പദനിസ പാടി കിട്ടിയില്ല മോൾക്ക്. അതുപോലെ മോളത് ആ സ്ക്രാച്ച് മാറുന്നത് മാത്രം ഒന്ന് സ്പെഷ്യലായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. പാട്ട് പാടുമ്പോൾ അറിയില്ല, ഏത് പാട്ട് പാടുന്നതിന് മുമ്പേ അതിൻ്റെ രാഗത്തിന് സരിഗമ പദനിസ ലോങ് നോട്ട്സ് ആയിട്ട് അമ്മയുടെ അടുത്ത് പഠിപ്പിച്ചു തരാൻ പറ. അപ്പോൾ നമുക്ക് കേൾക്കാം ക്ലിയർ ആയിട്ട് സ്ക്രാച്ച് വരുന്നുണ്ടോ ഇല്ലയോ. അത് ക്ലിയർ ചെയ്ത് ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ സരിഗമ പദനിസയിൽ ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പാട്ട് പാടുമ്പോൾ അറിയാതെ ക്ലിയറായി പൊക്കോളും കേട്ടോ. അതാണ് തൽക്കാലം മോളിപ്പോൾ ചെയ്യേണ്ടത്. ബാക്കി പാട്ടിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. CKയുടെ ഇന്നത്തെ മാർക്ക് 7.75 ഔട്ട് ഓഫ് 10. ദേവനക്കുട്ടി വീണ്ടും പിടിച്ചോ 7.75. ദേവനക്കുട്ടി, അപ്പൊ മധു അങ്കിളിന്റെ വക ഒരു 4, അനു മാമിന്റെ വക ഒരു 4, ടോട്ടൽ 8. You So welcome, darling. 23.5 ഔട്ട് ഓഫ് 30. അപ്പൊ ദേവന മോൾക്ക് ഇന്ന് കിട്ടുന്നു 8,111. അടിയൊരു CK പൂക്കുറ്റി. Congratulations, you are awarded 8,111. Wow. And അപ്പൊ ഇനി പ്രേക്ഷകരുടെ സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും, അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ലക്ഷ്മണി ഓടിക്കോ. ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടാമോ. ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ. രാഗവിരുന്നിന്റെ നാദ ഭംഗി പകർന്ന മിടുക്കൻ പാട്ടുകാരൻ ചെന്നൈയിൽ നിന്നും ഋത്തിക്. വെൽക്കം ഋത്തിക് ഓൺ സ്റ്റേജ്. रसूले नील कनिवाले रसूल
അല്ല ഇതല്ല. ഏത് ഏത് അല്ല, ഞാൻ ഉറങ്ങുമ്പോ ഇല്ലേ ഒരു പെണ്ണെന്നെ ശല്യപ്പെടുത്തുന്നു. എങ്ങനെ? ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തും? അല്ല, സ്വപ്നത്തിലോ? ആ സ്വപ്നത്തില് പെണ്ണിനെ കണ്ടു ഞാൻ. സ്വപ്നത്തിൽ അങ്ങനെ പെണ്ണിനെ കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല, ഇപ്പൊ കണ്ടു. എന്താ കാരണം? ഞാനാണോ? അല്ലാന്നേ. പിന്നെ അത് ആ പെണ്ണിനെ കണ്ടു, പക്ഷെ മുഖം കാണുന്നില്ല. മുഖം അങ്ങനെ കാണുന്നേ ഇല്ല. ഈ മുഖാണോ? അത് കാണണ്ടേ, മുഖം കണ്ടില്ല. കണ്ടില്ലല്ലോ. ഓ, ആ കണ്ടില്ല. സ്വപ്നത്തിലാണോ കണ്ടത്? അതെ, സ്വപ്നത്തിലാ കണ്ടേ. അല്ല, ശരിക്കും കണ്ണ് തുറന്നപ്പം അങ്ങനെ വല്ലതും തോന്നിയതാണോ? അല്ല അല്ല, സ്വപ്നത്തിലാ കണ്ടേ. സ്വപ്നത്തിൽ കണ്ടപ്പോ തലയില്ലാത്ത പെണ്ണു വന്നോ? മുഖമില്ലാത്ത പെണ്ണ്. മുഖമില്ല, മുഖം ക്ലിയർ അല്ല, ഒന്നും മുഖം കാണുന്നില്ല. ക്ലിയർ അല്ല. പ്രേതാണ്. അപ്പൊ ഒന്നും കാണുന്നില്ല. അപ്പൊ പ്രേതായിരിക്കും. പ്രേതമല്ല, ഒരു പെണ്ണ, നല്ല പെൺകുട്ടിയാ. പക്ഷെ നല്ല പെൺകുട്ടിയാണോ? അപ്പൊ മുഖം കാണണ്ടേ? പിന്നെ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് അവൻ എന്നെ നോക്കിയത്. അത് നീ ശരി. നോയിക്കോടാ, ഞാനായിരുന്നു തോന്നുന്നു. അല്ല, ഇതല്ല. ഇതല്ലേ? അല്ല, സുന്ദരിയാണ്, സുന്ദരി പെണ്ണ. അതെങ്ങനെയാ മുഖം അല്ലല്ലല്ല. മുഖം കാണാതെ എങ്ങനെ സുന്ദരി മനസ്സിലായി? അല്ല, ആകമൊത്തൊരു സുന്ദരി പെണ്ണ, പക്ഷെ മുഖം കണ്ടില്ല. പിന്നെ അനു ചേച്ചിനെ പോലെ ഉണ്ടോ? അയ്യോ, എന്തുകൊണ്ടാണ്? സാരിയെ കൊടുത്താണോ വന്നത്? അല്ല, അല്ല, സാരിയല്ല. സാരിയല്ല. പിന്നെന്താ, ചുരിദാറാണോ ഇട്ടിരുന്നത്? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ശരി, നീ ആ സ്വപ്നം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേ. അതെ. ആ, ഞാൻ ഉറങ്ങി സ്വപ്നം കണ്ട് ഒരു പെണ്ണിനെ കണ്ട്, മുഖം കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് വരച്ചു നോക്കി, ജസ്റ്റ് എന്തെങ്കിലും കിട്ടുന്നില്ല, വരച്ചു നോക്കി. അപ്പൊ അനു മാമിന്റെ ഒരു ഫിഗർ, അനു മാമിന്റെ ഒരു ചെറിയ ഫിഗർ വന്നു. എന്നെ ഫിഗർന്ന് വിളിച്ചു. അതല്ല, സൂപ്പർ ഫിഗർ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഉറങ്ങി നോക്കി, അതേ അനു മാം ആണോ എന്ന് നോക്കാൻ ഒന്നുകൂടെ ഉറങ്ങി നോക്കി. ഇപ്പൊ മുഖം കാണുന്നില്ല. അനുമാം അല്ലാന്ന് ഉറപ്പാണോ? അത് ഉറപ്പിക്കാൻ പറ്റില്ല, ആരും ആവാം. ഒന്നും കാണുന്നില്ല, മുഖേ കാണുന്നില്ല. നീ എന്തോ തീർത്തു പറ. നീ ഒന്ന് ഉറപ്പിക്കും. ഉറപ്പിക്കാൻ പറ്റുന്നില്ലെന്നേ. ചിലപ്പോ പെൺവേഷം കെട്ടിയ ആണാണെങ്കിലോ? അങ്ങനെ ആവാം. എനിക്ക് ആരാ അറിയണത്, നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പൊ നീ അത് കണ്ടുപിടിക്കാനാണ് ഇങ്ങോട്ട് വന്നത്? അതെ. പാട്ട് പാടാനൊന്നും ഇല്ലെന്ന്? അല്ല, മതി പാട്ടൊക്കെ. അത് സലോമയാണോ? സലോമ ആണോ? ആ, സലോമ ആവാം. ആണോ? ആവാമല്ലേ? സലോമ. സലോമ. അതെന്താ ഈ സലോമ എന്ന് പറയാൻ കാരണം? എവിടത്തെ കാര്യ? അതാരാ സലോമ? എവിടത്തെ കാര്യം? എവിടത്തെ കാര്യ? അത് കണ്ണൂരേ. കണ്ണൂരുകാരിയാ? സ്വന്തം നാട്ടുകാരിയാ? അത് കണ്ണൂര്. ശരി, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നീ ഇപ്പൊ ഏതോ ഒരു പെണ്ണിനെ കണ്ടു. ഇപ്പൊ കംപ്ലീറ്റ് നിനക്ക് ആ പെണ്ണ് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. പക്ഷെ ഫേസ് അറിയണം. ഫേസ് അറിയണം. ഒരു കാര്യം ചെയ്, നീ ഒരു പാട്ട് പാടി കഴി, അപ്പോഴേക്ക് നമുക്ക് കിട്ടുമോ നോക്കാം. ആ പാട്ടിൽ നീ ഇതൊക്കെ ചിന്തിച്ചോണ്ട് തന്നെ പാടിക്കും. അത് നല്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഓക്കെ, പാട്ടിനെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയണ്ട, തുടങ്ങിക്കോ. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you.
സനിധ സരി ഇളമാൻ കണ്ണിലൂടെ ഐ എം തിങ്കിങ് ഓഫ് യു ഇളനീർ കനവിലൂടെ ഐ എം തിങ്കിങ് ഓഫ് യു വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഐ എം തിങ്കിങ് ഓഫ് യു ലിസ്ണിംഗ് ടു ദ റെയിൻഡ്രോപ്സ് ഐ എം തിങ്കിങ് ഓഫ് യു ഹേ സലമാ 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 ഋതിക്, സർ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റിയോ? പറ്റി പറ്റി. പറ്റി നീ ആള് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. മിണ്ടാപ്പൂച്ച കലമോടിക്കും എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവൻ. നീ സംസാരിച്ച് തുടങ്ങിയപ്പോ വെറും സംസാരം മാത്രമല്ല പ്രവൃത്തി ഉണ്ടല്ലോ. ഒരു രക്ഷയില്ല മോനെ, അടിച്ച് പൊളിച്ച് ഹരിജി പാടിയ പാട്ടാണ് മോൻ ഇന്ന് ഇങ്ങനെ കയറി ഇവിടെ വിറപ്പിച്ചത്. ഈ ചിൽഡ്രൻ ഷോയിൽ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഇങ്ങനെ ഒരു കുട്ടി ഹരിജി പാടുന്നവർ പാടിയിട്ടുണ്ടാവുന്നു. സൂപ്പർ. താങ്ക് യു സർ. അല്ലെ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയിൽ തന്നെ ഈ പാട്ട് ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോന്ന് എനിക്ക് സംശയം. ബിക്കോസ് ഈ പാട്ട് ഇനി വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് ഐ വിൽ ഓൾവേസ് ബി തിങ്കിങ് ഓഫ് യു. ഓക്കെ, താങ്ക് യു മാം. അതാണ് സത്യം. ഹൃത്തിക് ആണ് ഐ വിൽ ബി തിങ്കിങ് ഓഫ്. അപ്പൊ ഇവൻ ഈ കണ്ടുകൊണ്ടിരുന്ന ഫിഗർ എന്നൊക്കെ പറഞ്ഞത് ആള് നമ്മൾ പാട്ടിൽ കണ്ടു. ഇന്ന് ഋതു പാടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഹരിഹരൻ സാറ് ഗംഭീരമായിട്ടെന്നല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ഇത്രയും മനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്നൊരു പാട്ടാണ്. അതിൽ ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും കുറേ സ്ഥലങ്ങളിൽ കുറേ ഏരിയാസിൽ കുറേ സംഗതികളുണ്ട്. പിന്നെ ഇടയിൽ മോനെ പറയാം, മറ്റേ താഴെ പോയപ്പോഴത്തേക്ക് അത് മാത്രമേ ഉള്ളൂ ശൈലം, അത് ഞാൻ വിട്ടു കേട്ടോ, അത് ഞാൻ എടുത്തു. ബാക്കി പറയാം. ഹേ സലോമ എന്ന് പറയുന്നില്ലേ, അത് ടച്ചാണ്. ഹേ സലോമ, ഹേ സലോമ, ഹേ സലോമ. പിന്നെ സംഗതി അത് എല്ലാ സ്ഥലങ്ങളിലും കറക്റ്റ് പിൻ പോയിന്റിൽ തന്നെ മോൻ അടിച്ചിരിക്കും. താങ്ക് യു സർ. ഈ ഗോളൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അടിച്ച് ഒരൊറ്റ പോസ്റ്റിലും കയറ്റില്ല എന്ന് പറഞ്ഞ് കൃത്യം അങ്ങ് കൊടുത്തിരിക്കുക. താങ്ക് യു സർ. പിന്നെ സംഗതികളെല്ലാം ഈ നേരത്തെ പറഞ്ഞ താഴെ തുണ്ടുവല്ലയിൽ പോയത് വെച്ച് പിന്നെ അവിടെ ഹരിജി ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, ഐ ആം തിങ്കിങ് ഓഫ് യു. കുറച്ചുകൂടെ വികാരം വന്നിരുന്നെങ്കിൽ അത് വന്നേനെ. ആസ്വാദ്യമായിട്ട് പാടി, ആസ്വാദ്യം. അതായത് ദീപ് പറഞ്ഞ പോലെ ഹരിജി പാടിയിട്ട് ഇതുപോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കേട്ടിരിക്കുന്ന ഏതാനും വ്യക്തികൾ കുറച്ച് പേര് പാടിയിട്ടുണ്ട്, അതിലൊരാളാണ്. താങ്ക് യു സർ. ഹൃത്തിക്കുട്ട സർ. ഇവിടെ പൊരിച്ച അടുക്കി. താങ്ക് യു സർ. ഹരിജി പാടിയ ആ പാട്ട് ഇത്രയും ഫീലോടുകൂടി ഇത്രയും കുഞ്ഞു പ്രായത്തിൽ അത് വളരെ മനോഹരമായിട്ട്, അത് ചിലപ്പോൾ കുറച്ച് മുതിർന്ന സിംഗേഴ്സിന് പോലും ഇത്രയും ഫീലിങ്സോട് കൂടിയോ പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹരിജി കൊടുത്തിട്ടുള്ള ചില എക്സ്പ്രഷൻസും ആ സംഗതികളെല്ലാം അത് മോൻ ഇന്ന് വളരെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നു. ആകെ ആ റേഞ്ച് താഴത്തേക്ക് എത്താത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അത് കറക്റ്റായിട്ട് പാടും എന്ന് ഞങ്ങൾക്കറിയാം. മോൻ്റെ വോക്കൽ കോഡ് അത് താഴത്തേക്ക് എത്തിക്കാത്തതുകൊണ്ടാണ് എത്താഞ്ഞത്. പക്ഷേ വോക്കൽ കോഡ് കറക്റ്റായിട്ട് ചലിച്ചിട്ടുണ്ടാവും, കറക്റ്റായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും സംഗതി, അത് നമുക്കറിയാം. പക്ഷേ അത് മോൻ്റെ ഇപ്പോഴത്തെ വോയിസിൻ്റെ കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഫീമെയിൽ വോയിസ് ആണ്, ആ റേഞ്ചിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് താഴത്തേക്ക് എത്താതിരുന്നത്. ബാക്കിയെല്ലാം കാലക്കി. താങ്ക് യു സർ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വാക്കുകൾ കിട്ടുന്നില്ല. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. മധു, ഞാനൊരിക്കൽ ഇവനെ കുറിച്ച് കുറച്ച് എപ്പിസോഡ് മുമ്പേ പറഞ്ഞിരുന്നു, ഇവൻ എപ്പോഴാണ് കയറി അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ടെണ്ടുൽക്കറും മറ്റേ ഗൂഗിളിയാണത്. ആ ഇവൻ അടിച്ച് ഇവന്റെ കയ്യില് സംഭവം ഉണ്ട്, കിട്ടിയാ ഇവൻ അടിച്ച് സ്റ്റേഡിയത്തിന്റെ പുറത്തോട്ടേക്ക് ബോൾ വിടും. അതാണ് ഇന്ന് അവൻ അടിച്ചത്. സൂപ്പർ. ഇന്ന് നല്ല ഫോമിലാണ്, ഇന്ന് ഫുൾ ഫോമിലാണ്. നമ്മൾ വേറെ പല കണ്ടസ്റ്റൻസിന്റെ അടുത്തും പറയും, ഈ സ്റ്റേജിൽ കയറി വന്നാൽ വരുന്ന ആ സമയം തൊട്ടിട്ട് ആ ക്യാരക്ടറിലേക്ക് കയറും.
ഇന്ന് മോൻ അതാണ് കാണിച്ചത്. തീർച്ചയായിട്ടും അതെ അല്ലേ? വന്നു കഴിഞ്ഞ് മീനുക്കുട്ടീനെ കണ്ടു. ഇതാണോ? അല്ല ഇതല്ല. ഇതാണോ? ഇതല്ല. ഏതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിക്ക് വലിയൊരു കൈയടിയുണ്ട്. ഇവനെ ഒന്ന് ഇളക്കിയെടുത്തതിന് ഇങ്ങനെ. അയ്യോ നമുക്ക് കഴിഞ്ഞ സീസണിൽ ഒരു അത്ഭുത ബാലൻ ഉണ്ടായിരുന്നു, റിച്ചുകുട്ടൻ. ഈ സീസണിൽ ഒരു അത്ഭുത ബാലനാണ് ഈ സീസണിൽ. വെൽക്കം. ഹലോ, മോളുടെ പേരെന്താണ്? ജാസ്മിൻ. അപ്പൊ ജാസ്മിനാണ് ആദ്യമായിട്ട് ഇവൻ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു. ഇവനൊന്ന് ഡാൻസ് ചെയ്യിപ്പിച്ച് പെർഫോമറായിട്ട് കണ്ടു. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ആ സ്റ്റെപ്പ് നിങ്ങൾ രണ്ടുപേരും ഒരു വട്ടം കൂടി ഈ സ്റ്റേജിൽ ഒന്ന് കളിച്ച് കാണാം. ഇപ്പൊ ഞാൻ മൈക്ക് പിടിക്കാം. ഓക്കെ, അപ്പൊ പൊളിക്ക്. സൂപ്പർ. അടിപൊളി. താങ്ക് യു ജാസ്മിൻ, താങ്ക് യു സോ മച്ച്. സൂപ്പർ സൂപ്പർ. മിനുട്ടി, ഇതേ സ്റ്റെപ്പ് അവനോട്ടൊന്ന് ചെയ്യോ? അയ്യോ ഞാൻ കണ്ടുപോയില്ല. അതെന്തിനാ? അവൻ നല്ലോണം ചെയ്ത് വെച്ചിരിക്കല്ലേ. അല്ല, സ്വന്തമായിട്ട് അത് അങ്ങനെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു സാൽസ ഫസ്റ്റ് ഫ്രണ്ട് സ്റ്റെപ്പ്. എന്തിനാണ് ചേച്ചി? വേണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. ജസ്റ്റ് ആ ഭാഗം. വേണ്ട. അതാ മീനുട്ടി പറഞ്ഞെന്ന് വെച്ചാൽ നന്നായിട്ട് ഒരാൾ പാടി വെച്ചിരിക്കുന്നു, പിന്നെ അതിന്റെ മേളിൽ ഞാൻ പാടി കൊളവാക്കുന്നത് എന്തിനാന്നല്ലേ? അതല്ലേ ആടി കൊളവാക്കണ്ട. ആടിയാലും പാടിയാലും. ഫോർ എക്സാമ്പിൾ ഹൃത്തുവിന് ഇന്ന് അങ്കിൾ തരുന്ന മാർക്ക് 9.75. താങ്ക് യു സർ. മിണ്ടാപ്പൂച്ചേ, നാ പിടിച്ചോ. 9.75. താങ്ക് യു സർ. ഋത്തിക്, നീ സെമ്മയാ പാടിനടാ. സെമ്മയാ പാടിന്, സെമ്മയാ പേസിന്, സെമ്മയാ ആടിന്. ദിസ് ഈസ് വൺ ഓഫ് യുവർ absolutely mind blowing performance. മാർക്ക് പറ. 10 on 10. Thank you ma'am. So you got 29.5 out of 30. Thank you sir. And ഹൃതിക്, ആ ഒരു 0.5 കിട്ടിയേനെ. അത് എന്താണ് പറ്റിയതെന്ന് മനസ്സിലായോ? എന്താ പറ്റിയത്? ആ ബേസ്. കറക്റ്റ്. അത് പക്ഷെ മോന്റെ കുഴപ്പമില്ല. ആ റേഞ്ച് ഇപ്പൊ അത്രേ ഉള്ളൂ. താഴത്തേക്ക് മോന്റെ വോയിസ് പോവാത്തോണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, വോക്കൽ കോഡ് കറക്റ്റ് ആയിട്ട് ചലിച്ചിട്ടുണ്ടാവും, മൂവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ വോയിസ് കേട്ടില്ല പുറത്തേക്ക്. നോ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അത് കണ്ണടച്ച് കളഞ്ഞു. അപ്പൊ ജഡ്ജസിന്റെ ഭാഗത്തിൽ നിന്നും ജഡ്ജസും ഹാപ്പിയാണ്. മിസ്റ്റേക്ക് വന്നിട്ട് 30 out of 30 കിട്ടി എന്നുള്ളൊരു പ്രശ്നവുമില്ല. യു ഹാവ് എ ലിറ്റിൽ ലെസ് ദാൻ 30 out of 30 and you get a golden prize. ആടി മക്കളെ, ഒരു സലോമ പൂക്കുറ്റി. Thank you sir. Congratulations, you are awarded a golden prize. Thank you sir. അപ്പൊ ഇനി പ്രേക്ഷകരുടെ സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സലോമയ്ക്ക് കൊടുക്കാനാണോ? അല്ല, പിന്നെ ആർക്ക് കൊടുക്കാനാ? ആ വേണം, കൊടുത്തേക്കാം. ആ കണ്ടും കൊടുക്കാം. നിർബന്ധമില്ല. സ്ഥലം അവിടെ കുത്തി വെച്ചാൽ മതി. ഞാൻ ഇറങ്ങുമ്പോൾ തന്നാൽ ഞാൻ കൊണ്ടുവച്ചോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ. കൊച്ചുകുറുമ്പിന്റെ കുഞ്ഞു കൊഞ്ചലുമായി തൃശ്ശൂരിൽ നിന്നും എത്തുന്നു നിമ താജുദ്ദീൻ. വെൽക്കം നിമക്കുട്ടി. കരയുമ്പോൾ കൂടെ കരയാ
പമ്മി പമ്മി ഇങ്ങനെ പൂച്ചക്കുട്ടിയെ പോലെ. നിമക്കുട്ടി എന്താ ഏത് പാട്ടാണ്? ഒരു കൊച്ചു സ്വപ്നത്തിൽ. ബാബുക്ക, ഭാസ്കരൻ മാഷ്, ജാനകി അമ്മ. ഇനി എന്ത് വേണം? ഇനി എല്ലാം നിമക്കുട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് നിമയുടെ ശബ്ദത്തിന് മാച്ച് ആവുന്ന ഒരു പാട്ടായിരിക്കും തോന്നുന്നു. എന്തായാലും ഇന്നത്തെ വേഷം കളിക്കാൻ ഡ്രീമി ഡ്രസ്സാ അല്ലേ ഇത്? നല്ല ഡ്രസ് അല്ലേ? ഡ്രസ് കൊള്ളാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അല്ല, മീനൂട്ടിയുടെ ഡ്രസ്സ് നോക്കിയ ഇന്ന് പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമൊത്തേ. ആ മുത്തേ, ഞാൻ പാടിയല്ലേ? മുത്ത് പോലെ തത്ത പോലെ മുത്ത് പോലെ തത്ത പോലെ. എത്ര പാട്ട് തന്നെ. അയ്യോ മീനൊന്ന് വേണ്ടി ഇങ്ങനെയൊക്കെ പാടിയോണ്ട് എനിക്ക് വയ്യ. തുടങ്ങിക്കോ. മുത്ത് മുത്ത് മുത്തുമണി മീനു മീനു മീനൂട്ടി എടി മീനു മീനു മീനൂട്ടി. ഒരു പാട്ടുണ്ടാകും. മുത്ത് 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 അണി നീ മുത്ത് 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 മുത്തുപോലെ അത് പാടി ഞാൻ. മുത്തുമണിത്തൂവൽ തരാം മുത്തേ നിന്നെ കണ്ടിട്ടിന്നെന്നുള്ളിൽ മെല്ലെ. ഒരു മാലയുടെ മുത്ത് പോയതുകൊണ്ട് എന്തൊക്കെ മുത്തുമണിമാല. മുത്താന മുത്തല്ലവോ മുടിഞ്ചു വെച്ച മുത്തല്ലവോ. ഒരുപാടുണ്ട്. മുത്തല്ല പിന്നെ വേറെന്താണ്? മുത്തേ മണിമുത്തേ. കേട്ടിട്ടുണ്ടോ? ഇല്ല. എത്ര പാട്ടുകളാ. തരുളാമ അങ്ങനെ ഒരു പാട്ടുണ്ട്. പൂമുത്തോളെ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. കിങ്ങിണി മുത്തേ മുത്തുമണി പളുങ്കു വെള്ളം. മതി. ഓക്കെ, റെഡി. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നി. ദുഃഖത്തിൽ
കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു നോക്കു കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. മനസ്സ് നിറഞ്ഞു, അസാധ്യമായി. കാരണം ഒന്ന് ബാബുക്കയുടെ പാട്ട് ആ എന്തോ ഒരു കമ്പോസിഷനാണ്. അത് ജാനകിയമ്മ പാടിയിരിക്കുന്നത് എങ്ങനെയാണ്, ഈ പറഞ്ഞു കൊടുത്തതിനെക്കാട്ടിൽ പാടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ജാനകിയമ്മ. അതുപോലെ തന്നെ ഭാസ്കരൻ മാഷ്, ഇവരുടെ ഒരു കോമ്പിനേഷൻ വരികൾ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ആ ഒരൊറ്റ വരി മതിയല്ലോ ഒരു പാട്ടിൻ്റെ, അല്ലേ, ഒരു പാട്ടിൻ്റെ ഒരു 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 ടേക്ക് ഓഫിന്. ഒരൊറ്റ വരി, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. പോയിട്രി മഹാന്മാരെന്ന് വിളിക്കുന്ന അതുകൊണ്ടാണ്. മോൾ ഇന്ന് അസാധ്യമായിട്ട് പാടിയിട്ട്. താങ്ക് യു സർ. വെരി ഗുഡ്, നന്നായിട്ട് പാടി. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പം ഞാൻ ചിറകുമായി അവിടുത്തെ ആദ്യം തുടങ്ങിയത് ഞാനൊന്ന് നോട്ട് ചെയ്തു. പക്ഷേ രണ്ടാമത് പാടിയപ്പം അസാധ്യമായിട്ട് അതിനെക്കാട്ടി ബെറ്ററായിട്ട് പാടി. അപ്പം യു ക്യാൻ സിങ് ദാറ്റ് ഫസ്റ്റ് ലൈൻ. അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ. അതായത് മുറിവേറ്റ് നീറുന്ന വിരിമാറിലെൻ്റെ അവിടെ ഒരു ചെറിയ സംഭവം. ഒരു നമ്മൾ ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്ന് ബാബുക്കയുടെ പാട്ട്, പിന്നെ ജാനകിയമ്മ പാടി. നിമ അസാധ്യമായിട്ട് പാടുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നത്. നിമ ഒരു ആവറേജായിട്ട് പാടിപ്പോയിരുന്നെങ്കിൽ ഞങ്ങൾ മിണ്ടായിരുന്നിട്ട് എന്തെങ്കിലും അങ്ങ് ഉള്ള കമൻ്റ് അങ്ങ് പറഞ്ഞു പോയി. ഇതിപ്പം ഇത്രയും പെർഫെക്റ്റായിട്ട് പാടിയപ്പോഴത്തേക്ക് ആ ചെറിയ ഇംപെർഫെക്ഷൻ പോലും എടുത്ത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് നിമയ്ക്കൊന്നുകൂടെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട്, അതുപോലെ കേൾവിക്കാർക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്നുകൂടെ എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ എന്നും ഞാൻ ചെന്ന് വിളിച്ചില്ലെങ്കിൽ അവിടെ അതൊന്നും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും പെർഫെക്റ്റായിട്ട് പാടാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ ചെറിയ രണ്ട് കാര്യങ്ങൾ ഒന്നുമല്ല. നിമയ്ക്ക് അത് വളരെ ഈസി ആയിട്ട് ചുമ്മാ എന്നാ എടുത്തോ എന്ന് പറഞ്ഞ് പാടാം. എന്നോട്ട് ഇത് എന്തോന്ന് പച്ചല് ഞാൻ വിട്ടുപോയി. ഈ പാട്ടിന്റെ ഇതിൽ ഒരു ഹരത്തിലായിപ്പോയി. ചില പാട്ട് ലഹരി പിടിപ്പിക്കുമെന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയില് ഞാൻ അറിയാതെ എന്തൊക്കെയോ ഭയങ്കര വികാരധീന. ആ ലഹരിയിലായതുകൊണ്ട് മീനു ഇന്ന് രക്ഷപ്പെട്ടു. അല്ല, അവളുടെ ഈ ഗ്രീൻ വെച്ച എവർഗ്രീൻ സോങ്സ് ആണ് ഇന്ന് പാടാൻ പോകുന്നത്. അവിടുന്ന് പോയി. അതായത് മീനുവിന്റെ പേര് ഇനി ഞാൻ മാറ്റി, മുത്തുത്തത്ത. മുത്തു എന്നാണല്ലോ പേര്, മുത്തുത്തത്തക്കിളി. മുത്തുത്തത്തക്കിളിക്ക് ഒരു തത്ത കൊച്ചനുണ്ടായിരുന്നു. അപ്പൊ കൊള്ളാം. എന്തുകൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. ആര് സെലക്ട് ചെയ്തത്? ഇത് എൻ്റെ മാഷ് സെലക്ട്. മാഷ് പേരെന്ത്? ഷാജു മാഷ്. ഷാജുവിന് ഒരു വലിയ ഹായ്. കാരണം ഇങ്ങനത്തെ പാട്ടുകൾ മാത്രമല്ല ഇത്രയും എക്സ്പ്രഷനോടുകൂടി പഠിപ്പിച്ചതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. അതുപോലെ മോളെടുത്തും ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ നിമ. നിമക്കുട്ടി ഇന്ന് ഈ പാട്ടെടുക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ സർപ്രൈസ് ഫാക്ടർ നമുക്ക്. കാരണം ഒരു കൊച്ചു സ്വപ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ അത് അത്യാവശ്യം ഒരു ലെവലിലെത്തിയാലേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിമക്കുട്ടി വന്നപ്പോൾ എടുത്ത പാട്ടുകളിൽ നിന്നും കയറി ഇപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ബാബുക്കയുടെ ഒരു കൊച്ചു സ്വപ്നം എടുത്ത് ഇത്രയും മനോഹരമായിട്ട് പാടിയില്ലേ, അതിനാണ് ഇന്നത്തെ കയ്യടി. അത് 100% ശരിയായോന്നല്ല, അത് ഒരു ലെവലിൽ കൂടുതൽ കൺവേ ചെയ്തോ, അതാണ് 100% ശരിയാവെന്ന് പറഞ്ഞാൽ. ജാനകിയമ്മ പാടിയത് മാതിരി വെരി റയറായിട്ടാണ് ആൾക്കാർ പാടിയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ അങ്ങനെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയതിനു ശേഷമേ ആൾക്കാർ ഇങ്ങനത്തെ പാട്ടെടുക്കുള്ളൂ. മോൾ ഇതിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ കുറേ സ്ഥലങ്ങളും മോൾ അതിമനോഹരമായിട്ട്, എനിക്ക് ടെൻഷനായിരുന്നു. അതായത് അയ്യോ 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 ഒന്ന് പാടുമ്പോൾ ഇല്ലേ പോവോ, പക്ഷെ ഒന്നും പോവാതെ പോയി. അന്ന് ഒന്നും പോവില്ല എന്ന് വിചാരിച്ച ചില സ്ഥലങ്ങൾ അറിയാതെ സ്ലിപ്പും വന്നു. ഈ അറിയാതെ സ്ലിപ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, മോൾക്ക് ഇന്ന് 50% മനസ്സും 50% ടെക്നിക്കലായിട്ടാണ് മോൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ആദ്യമായിട്ട് പാടുന്നുണ്ട് സ്റ്റേജിൽ. എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും, മോൾ ഇനി ഈ പാട്ട് ഈ സ്റ്റേജിലല്ല ഏത് സ്റ്റേജിലും പാടുകയാണെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മോൾ ഈ പാട്ടിൽ സെറ്റാണ് അല്ലേ? പേടി മാറിയില്ലേ സ്റ്റേജിൽ ഈ പാട്ട് എടുക്കേണ്ട പേടി? ഓക്കെ, ഇന്ന് പാടിയത്
അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല, സൂപ്പർ. താങ്ക് യു. നീമ കുട്ടി എന്താ എന്തൊരു മാജിക് ആയിരുന്നു നീമയുടെ വോയിസിൽ നിന്ന്. അസാധ്യമായിട്ട് പാടി, അതിമനോഹരമായിരുന്നു. താങ്ക് യു. ഒരുപാട് അഫ്കോഴ്സ് ബാബുക്ക മാഷ് എനിക്ക് വളരെ ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും അഭിമാനം തോന്നുന്നു, ഒരുപാട് സ്നേഹം തോന്നി, ഒരുപാട് പ്രേമം തോന്നി. അങ്ങനെ യു ഫോൾ ഇൻ ലവ് വിത്ത് ദ കമ്പോസർ ഓരോ പ്രാവശ്യവും അവരുടെ പാട്ട് കേൾക്കുമ്പോൾ. പിന്നെ നീമ പാടിയപ്പോൾ ആ മാജിക് എന്തെന്ന് വെച്ചാൽ ജാനകിയമ്മ പാടിയിട്ടുണ്ട്, അടിപൊളിയാണ്. എന്നാലും നീമയുടെ വോയിസിൽ ഒരു ഇന്നസെൻസ് ഉണ്ട്. ആ ഒരു വോയിസിലുള്ള ആ ഒരു ഇന്നസെൻസ് കൂടി വരുമ്പം അത് എന്തോ ഒരു ഇറ്റ് വാസ് ലൈക്ക് ഐ വാസ് ഇൻ ഹെവൻ അങ്ങനെ തോന്നി എനിക്ക്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു മാം. ജസ്റ്റ് ഒരു സജഷൻ ഇതെന്ന് വെച്ചാൽ നമ്മൾ പാട്ട് പഠിക്കുമ്പം ഓരോ ആ പാട്ടിൻ്റെ മൂവ്മെൻറ്റും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചാണ് പഠിക്കുന്നത്. ഈ സംഗതി ഇവിടെ ഇത് താഴെ പോകുന്നു അങ്ങനെ. അപ്പോൾ അത് പാടി വരുമ്പം അത് കുറച്ച് ഒരു കാഷ്വൽനെസ്, അതൊരു ഒരുമിച്ച് പാടിയ ഇപ്പോൾ ഫസ്റ്റ് ലൈൻ തന്നെ എനിക്ക് തോന്നി ആ ഫ്ലോ കുറച്ചുകൂടി വന്നാൽ ഇത് ഒരു വേറൊരു ലെവലിൽ പോകുന്നു തോന്നി എനിക്ക്. ഓരോ സംഗതിയും അങ്ങനെ ലാലിച്ച് ഇത് ഇവിടെ ഉണ്ട് അങ്ങനെ വളരെ അറ്റൻഷൻ പേ ചെയ്താണ് മോള് പാടുന്നത്. അത് വളരെ നല്ലതാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഫോക്കസ് വളരെ ഇമ്പോർട്ടൻറ്റാണ്. അതൊരു ഫ്ലോയിൽ പാടിയാൽ അതപ്പോൾ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തും. അതില്ലെങ്കിലും ഇന്ന് നീമ പാടിയത് ഒരു വളരെ വളരെ മാജിക്കൽ ലെവലിലായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. താങ്ക് യു മാം. ഇത് പാടി ഇങ്ങനെ തോന്നും അങ്ങനെ. അപ്പോൾ പല പാട്ടുകളുണ്ട്. അഫ്കോഴ്സ് ഞാൻ ഈ വേദിയിൽ തന്നെ ലഗജാഗലെ പാടിയല്ലേ നമ്മൾ. ലഗജാഗലെ കെ ഫിർ ഹസീ रात हो न हो शायद फिर से जन्म में मुलाकात हो न हो लग जा गले അങ്ങനെയല്ലേ. പക്ഷെ ഇത് ക്ലാസിക്കലിൽ വരുമ്പോൾ ഒരുപാട് പഹാഡിയിലെ കോമ്പോസിഷൻസ് ഉണ്ട്. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കോമ്പോസിഷൻ ഇത്. രംഗി സാരി ഗുലാബി ചുനരിയാ രെ രംഗി സാരി ഗുലാബി ചുനരിയാ രെ മോഹെ മാരെ നസരിയാ സാവരിയാ രെ മോഹെ मारे चुनरिया सावरिया रे रंग सारे हाय रंग सारे. ഇങ്ങനെ ഈ പാട്ട് ഇതൊരു തുമ്രി ദാദറ എന്ന് പറയും. അങ്ങനെ ഇത് പാടിക്കൊണ്ടേ പോവാം. ഓൾ ദി ബെസ്റ്റ് നീമ. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ റെൻഡിഷൻ ടുഡേ. താങ്ക് യു മാം. യു മേഡ് മൈ ഡേ. താങ്ക് യു. നിമക്കുട്ടി എന്താ? ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. നല്ല, അതായത് ഇതുവരെ പാടിയതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയത് എനിക്കിതാണ് താങ്ക് യു കേട്ടോ. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രാജാമണി ചേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ടുണ്ട്. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ. ഇത് ചെയ്ത് വേണുനാഗുള്ളിച്ചൻ്റെ പടത്തിലാണ്. അപ്പോൾ പാട്ട് റെക്കോർഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക്, അതായത് എനിക്ക് പാടേണ്ട സമയമായപ്പോഴത്തേക്ക് ഭയങ്കര ജലദോഷം. ഭയങ്കര ജലദോഷം എന്ന് പറഞ്ഞാൽ സിവിയർ ജലദോഷം. മൂക്കൊക്കെ ഇങ്ങനെ 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 ഇരിക്കുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല. അങ്ങനെ ഒരാഴ്ചയായി, 2 ആഴ്ചയായി. അപ്പോൾ ഇത് ഞാനും വേണുഗോപാലുമായിട്ടാണ് പാടേണ്ടത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റിൽ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇത് വെച്ച് ഈ അടപ്പ് വെച്ചങ്ങ് പാടും നോക്കട്ടെ. കാരണം ദാസേട്ടൻ ഇതുപോലെ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, അത് ജലദോഷമുള്ള പാടിയിട്ട് ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് നീ പാടിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തരങ്കണി സ്റ്റുഡിയോയിൽ ചെന്ന് പാടി. ശരിക്കും വേറൊരു സൗണ്ട്. ആ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ അറിയാം. ഞാനാണോ എന്ന് ചോദിച്ചാൽ ഞാനല്ല, പക്ഷെ ഞാൻ പാടിയതുകൊണ്ട് എനിക്കറിയാം ഞാനാണ്. അപ്പൊ എനിക്ക് അതാണ് ശ്രീകുട്ടി ചേട്ടന്റെ ശബ്ദമായിട്ട് തോന്നിയില്ല എനിക്കത്. അതെ, പലരും പറയുന്നത് അത് ആരോ പാടി,
അതുകൊണ്ടാണ് ഞാനിപ്പോൾ ശ്രീകുട്ടൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ തരുന്നത് സത്യത്തിൽ. എന്തായാലും ഉഗ്രം പാട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ശ്രീകുട്ടൻ ചേട്ടാ. ഓക്കെ, താങ്ക് യു. നിമ, എന്തോ നിമയ്ക്ക് ഞാൻ തരുന്ന മാർക്ക് 9.25. താങ്ക് യു സർ. നിമയ്ക്ക് ഇന്ന് ഞാൻ തരുന്നത് 9.50. താങ്ക് യു സർ. ഞാനും മധുവേട്ടനും ഒരുമിച്ച് 9.75 on 10. താങ്ക് യു. മീനുട്ടി വേഗം പറ, വേഗം പറ. 28.5. 28.5 out of 30. താങ്ക് യു. 28.5 നിമക്ക് കിട്ടിയ ഏറ്റവും ഹയസ്റ്റ് അല്ലേ? അതെ. പിന്നെ വേറൊന്നും ആലോചിക്കാനില്ല. യു ഗെറ്റ് എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു. അടി ഒരു കൊച്ചു പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു. അപ്പോൾ ഇനി പ്രേക്ഷകരുടെ സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ലാപ്ടോപ്പോ കയ്യിലുണ്ടോ എങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഷോപ്പിൽ ചെന്ന ഒരു എഫക്റ്റിൽ പർച്ചേസ് ചെയ്യാം. www.myg.in എന്ന വെബ്സൈറ്റിലെ വിർച്വൽ ഷോപ്പിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുൻകൂട്ടി ഷോപ്പിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്ത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മൈജി ഷോറൂമിൽ നേരിട്ടെന്ന പോലെ പർച്ചേസ് ചെയ്യാം. കൂടാതെ നാട്ടിലോ വിദേശത്തോ ഉള്ള വേണ്ടപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തി ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. പുതിയ മോഡൽ അപ്ഡേറ്റ്സ്, പ്രൈസ്, ഓഫറുകൾ എന്നിവയെല്ലാം വിവരിച്ചുകൊണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് സൗകര്യവും ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള മൈജിയുടെ വിർച്വൽ ഷോപ്പിംഗിൽ ഒരുക്കിയിട്ടുണ്ട്. ഗാഡ്ജറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. മൈജിയുടെ എക്സ്പ്രസ് ഡെലിവറി അതിവേഗം നമ്മുടെ വീട്ടിലെത്തിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ വിർച്വൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യൂ മൈജി.in നിന്നും. അപ്പോൾ ഇനി നമ്മുടെ ജഡ്ജസിന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസിന്റെ സമയമാണ്. നമ്മുടെ മധു അങ്കിളും അനു ചേച്ചിയും ചേർന്നിട്ട് ഒരു അടിപൊളി പാട്ട് പാടാൻ പോവാണ്. സോ വെൽക്കം മധു അങ്കിൾ ആൻഡ് അനു ചേച്ചി ഓൺ സ്റ്റേജ്. ഓടി പോച്ചു രാജയോഗ കൂടി പോച്ചു നാണം വந்தாச்சு കാതൽ കൊടി സൂടും ഉണ്ടാച്ചു മൂടും ഉണ്ടാച്ചു കയ്യപ്പിടി 5 o'clock 6 o'clock rock ring അമ്മാടി 7 o'clock 8 o'clock കിക്ക് റിക്ക് റംബം ആരംഭം ബം 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 പേരിമ്പം റംബം ബം ആരംഭം ബം 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 പേരിമ്പം രാഹുകാലം ഓടി പോച്ചു രാജയോഗം കൂടി പോച്ചു റംബം ബം ആരംഭം ബം 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 പേരിമ്പം റംബം
ആരംഭം ബം 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 പേരിമ്പം താളം തട്ടാமல் മേളം എന്നാവും വെട്ടുകൊട് ഭാവം കേടാமல் പാട്ട് കൊണ്ടാണ് മെട്ടുകൊട് 1 o'clock 2 o'clock കൺമുടിച്ച് പിന്നാടി 3 o'clock 4 o'clock കൈപ്പിടിച്ച് 5 o'clock 6 o'clock റോക്കർക്ക് അമ്മാടി 7 o'clock 8 o'clock കേക്കെടുക്ക് സക്കമോട് പോട് അവക്കമേളത്തോട് തൊട്ട പിன்ப് ഉന്നെ എങ്ക് വിട്ടതാര് റംബം ബം ആരംഭം ബം 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 പേരിമ്പം രംബം ബം ആരംഭം ബം 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 പേരിമ്പം 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே ராககாக ஓடி போச்சு ராஜயோகம் கூடி போச்சு ரம்பம் பம் ஆரம்பம் பம் 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 பேரின்பம் 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 ദീപങ്ങളെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ തുമ്പി തുമ്പി തുള്ളാൻ വായോ ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ ദൂരത്തു കണ്ടാൽ അറിയാത്ത ഭാവം അരികത്ത് വന്നാൽ ആതിരാ പാൽക്കുടം കണ്ണനെന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം നമ്മളെ ജാസ്മിൻ ഒരു പയ്യനെ സ്വപ്നത്തിൽ കയറി ആകെ കൊളാക്കിയില്ലേ ആ പയ്യൻ വെൽക്കം ഋത്തിക് ഓൺ സ്റ്റേജ്. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. അപ്പൊ ഇന്ന് നമ്മുടെ ജഡ്ജസിനും പ്രേക്ഷകർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പെർഫോമൻസ് ഋത്തിക്കിന്റെ വകയാണ്. ഇപ്പൊ അവൻ പെർഫോം ചെയ്യും. ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തോ അടിച്ചിരിച്ച് പാവിമനം തൂങ്കലേ അതുവും ഏനോ പുരിയലേ ஒரு சனம் தூங்கிருச்சு ஊதக்காத்தோ அடிச்சிருச்சு பாவி மனம் தூங்கலே அதுவும் ஏனோ புரியலையே ஒரு சனம் தூங்கிருச்சு ஊதக்காத்தோ அடிச்சிருச்சு பாவி மனம் தூங்கலே அதுவும் ஏனோ புரியலையே
ക്വാളിറ്റി. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുറേ പാട്ടുകളും കുറേ പെർഫോമൻസും തമാശകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീനൂട്ടി. 24 ന്യൂസ് സോഷ്യൽ മീഡിയ അവാർഡ്സ് 24news.com/voting എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഇഷ്ട ബ്ലോഗറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തുക.